ഇന്ന് കാർ ബൂട്ടിൽ നിന്ന് കിട്ടിയ ഒരടിപൊളി ഐറ്റം മ്യൂസിക് ബോക്സ്. ഇതിന്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട്. ആദ്യം തന്നെ ഇതിന്റെ വില ഞാൻ പറഞ്ഞേക്കാം. ഇതിന് 4 പൗണ്ട്. എൻ്റെ അടുത്ത് 8 പൗണ്ട് പറഞ്ഞു. 4 പൗണ്ടിന് ഞാൻ മേടിച്ചു. ലാസ്റ്റാണ് മേടിച്ചത് കേട്ടോ. കാർ ബൂട്ട് തീരാറായപ്പോൾ ആദ്യം തന്നെ പറഞ്ഞാൽ കിട്ടില്ല ഈ പറഞ്ഞ റേറ്റിന്. ഇതിന്റെ പിന്നിലുള്ള സ്റ്റോറി എന്ന് പറയുന്നത്, ബ്രിട്ടീഷുകാരനായ മകൻ ജപ്പാനിൽ വർക്ക് ചെയ്യുന്നു. ആ മകൻ തൻ്റെ ഫാദർ ഇവിടെ ഉണ്ട്, എന്നുവെച്ചാൽ UK യിലുണ്ട്. പുള്ളിക്ക് അയച്ച, ജപ്പാനിൽ നിന്നും അയച്ച മ്യൂസിക് ബോക്സ് ആണത്, പിറന്നാൾ സമ്മാനമായിട്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ഒരു മ്യൂസിക് ബോക്സ് എത്തിയതിൻ്റെ തലേ ദിവസം ഈ ഫാദർ മരിച്ചുപോയി. എന്നുവെച്ചാൽ ആളുടെ അപ്പം മരിച്ചുപോയി. പുള്ളിക്ക് ഇത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഇത് ഫ്രഷ് ബോക്സ് ആണ്, ഉപയോഗിച്ചിട്ടുള്ള, യൂസ്ഡ് അല്ല. ആ കിട്ടിയ പാക്കറ്റ് അങ്ങനെ തന്നെ അവർ വിൽക്കുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ആൾക്ക് മ്യൂസിക് ബോക്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഫാദറിന്. അതുകൊണ്ടാണ് മകനെ അയച്ചത്. മകന് വന്ന് കാണാനുള്ള ഭാഗ്യം പോലും ഉണ്ടായില്ല, കാരണം മകൻ്റെ തിരക്കുകൾ കാരണം. പക്ഷേ ഈ മ്യൂസിക് ബോക്സിന് പ്രത്യേകത ഉണ്ട്. പുള്ളിയുടെ കളക്ഷനിൽ ഏറ്റവും നമ്പർ 1 സാധനമായിരിക്കുള്ളത്. കാരണം ഈ ഷിപ്പ്, ഈ ഒരു ബോട്ട് കിടന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഞാനത് കാണിച്ചു തരാം. എന്തൊരു സ്റ്റോറികളാണ് ഈ മ്യൂസിക് ബോക്സിന്റെ പിന്നിൽ. ഒരുപാട് ഇഷ്ടപ്പെട്ട് ആരെങ്കിലും അയക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കും. ഇതിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കില്ല. ഒരുപക്ഷെ മരണം കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരുപക്ഷെ എന്തോ അറിയില്ല. ഓരോ മ്യൂസിക് ബോക്സിനും ഉണ്ട് അതിന്റെ പിന്നിൽ സ്റ്റോറി. ചിലരുടെ മരണശേഷം അവരുടെ ഓർമ്മകൾ ആ വീട്ടിൽ നിന്നും ഇല്ലാതെയാക്കുന്നു. ഒരുപക്ഷെ അവരെ ഒത്തിരി സ്നേഹിക്കുന്ന കൊണ്ടായിരിക്കും, അവരെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതെ ഇരിക്കാനായിരിക്കും ഒരുപക്ഷെ ഇതുപോലെയുള്ള കളക്ഷനൊക്കെ ഒഴിവാക്കുന്നത്. ആഷ്ലി എന്ന മകൻ അദ്ദേഹത്തിന്റെ ഫാദറായ മൈക്കിളിന് കൊടുത്ത ഈ ഒരു ഗിഫ്റ്റ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു ഗിഫ്റ്റ് എങ്ങനെ സൂക്ഷിച്ചു വെക്കും, അതുപോലെ തന്നെ ഞാനും സൂക്ഷിച്ചു വെക്കും. കാർ ബൂട്ടിൽ നിന്നും എന്തെങ്കിലും വാങ്ങിയാൽ ഞാനതിൻ്റെ പിറകിലെ സ്റ്റോറി ചോദിക്കാറുണ്ട്. അങ്ങനെ ആഷ്ലിയുടെ സഹോദരി പറഞ്ഞു തന്ന ഈ സ്റ്റോറി ഇപ്പോൾ നിങ്ങൾക്കും അറിയാം. കാർ ബൂട്ടിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതുപോലെയുള്ള സ്റ്റോറികളും കൂടിയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്.